ഹായ് മക്കളെ, ഈ നീറ്റ് കീം ക്രാഷ് എന്താണെന്നും അതുകൊണ്ട് വല്ല കാര്യമുണ്ടെന്നൊക്കെ മിനിമം ഒരു 100 വട്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, എജ്യൂപോർട്ടിൻ്റെ നീറ്റിൻ്റെ ക്രാഷ് പ്രോഗ്രാമും കീമിൻ്റെ ക്രാഷ് പ്രോഗ്രാമും ഓൺലൈനായിട്ടുണ്ട്, ഓഫ്ലൈനായിട്ട്, റെസിഡൻഷ്യൽ ആയിട്ടുണ്ട്. അതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് ഞങ്ങളുടെ ക്രാഷിന് ഇത്തവണ ഒരു പേരൊക്കെ ഇട്ടിട്ടുണ്ട്, യോധ എൻ ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് +1 മാർക്ക് ബേസ് ചെയ്തിട്ട് അടിപൊളി സ്കോളർഷിപ്പും തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതാണ് സ്കോളർഷിപ്പിൻ്റെ ക്രൈറ്റീരിയ. അതായത് നമുക്ക് ഓഫ്ലൈനായിട്ടും നീറ്റ് കീം ക്രാഷ് ഉണ്ട്, അതേപോലെ തന്നെ ഓൺലൈനായിട്ടും ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തിനാണ് ഓഫ്ലൈൻ എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. എന്നാലും കീമിൻ്റെ മക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആകെ 15 to 20 ദിവസമാണുള്ളത്. അത് നിങ്ങൾ ഫോണിൽ നോക്കി കളിച്ചാൽ നിങ്ങളുടെ സമയം പോവും. റെസിഡൻഷ്യൽ ക്രാഷ് അടിപൊളിയായിരിക്കും. ആ 15 ദിവസം ഫുൾ ടൈം പഠിത്തം, എല്ലാ ഡിസ്ട്രാക്ഷനും മാറ്റി വെച്ചിട്ട്. ആൻഡ് നിങ്ങൾക്ക് +1 കീമിനാണെങ്കിൽ PCM, നീറ്റിനാണെങ്കിൽ PCBയുടെ മാർക്ക് ഇതുണ്ടെങ്കിൽ, ഓഫ്ലൈൻ ആണെങ്കിൽ ഈ സ്കോളർഷിപ്പ് തരാനും ഓൺലൈൻ ആണെങ്കിൽ ഈ സ്കോളർഷിപ്പ് തരാനും എന്താണ് ഞങ്ങൾ തയ്യാറാണ്. വേഗം എന്ത് ചെയ്തോ, ഞാനിത് മാറി തന്നിട്ടുണ്ട്, നിങ്ങൾ പോസ് ചെയ്ത് നോക്കിക്കോ. ആൻഡ് ബാച്ചിനെ കുറിച്ച് അറിയാനും സ്കോളർഷിപ്പ് അവൈൽ ചെയ്യാനുമായിട്ട് ഇപ്പം തന്നെ താഴെ കാണുന്ന കമൻറ്റിൽ പിൻ ചെയ്തിട്ടുള്ള ഫോം ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ വിളിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് ഒരിക്കൽ കൂടെ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാണ്. ക്ലാസ്സിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പല വീഡിയോയിലും നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരു പേഴ്സണലായിട്ട് എനിക്കൊരു ഉറപ്പ് തരാൻ പറ്റും. നിങ്ങൾ മറ്റെവിടെ ജോയിൻ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ക്രാഷാണ് നിങ്ങൾക്ക് എജ്യൂപോർട്ടിൽ കിട്ടാൻ പോകുന്നത്. അതിപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും. എന്ന് മാത്രമല്ല, ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ പഠിച്ചാൽ, കീമാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഗവൺമെൻറ് മെറിറ്റ് സീറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടും. ഇനിയിപ്പോൾ നീറ്റ് ആണെങ്കിൽ ഒരു ഗവൺമെൻറ് MBBS എങ്ങോട്ടൊക്കെ തള്ളി പോകുന്നത്. അതായത് നീറ്റ് ആണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് ഒന്നും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ വീഡിയോയിൽ പലപ്പോഴും പറഞ്ഞിട്ട്. പക്ഷേ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷം ഷുവറായിട്ടും ഒരു ഗവൺമെൻറ് MBBS നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ മാർച്ച് 29 മുതൽ തന്നെ നിങ്ങളുടെ നീറ്റ് റിപ്പീറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ക്രാഷ് ത്രൂ. ഓക്കെ, സോ ഡീറ്റെയിൽസിനായിട്ട് സ്കോളർഷിപ്പിനായിട്ട് താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യാം.